സഹോദരങ്ങളെ, കുറേ കാലം മുമ്പ് ഞാനും എൻ്റെ മോളും കൂടെ ഒരു രോഗി സന്ദർശനത്തിന് പോവുകയാണ്. നാട്ടിൽ നിന്ന് ഒത്തിരി അകലെയല്ല അവരുടെ വീട്. അവരുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും സൗഹൃദത്തിലാണ്. വയ്യാതെ കിടക്കുകയാണ്. അവരുടെ പേര് ഐഷത്താത്ത എന്നാണ്. ഈ ഐഷത്താത്തയെ കാണാൻ പോകുന്ന വഴിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്. അപ്പോൾ മോൾക്കൊരു പ്രചോദനമാകാൻ വേണ്ടി മോളോട് കൂട്ടിയിട്ട് പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ കാര്യം, രോഗി സന്ദർശനത്തിൻ്റെ കാര്യം, ദശാംശം കൊടുക്കേണ്ട കാര്യം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തി ഞാനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ പറയും? അപ്പോൾ പറയുകയാണ്, സ്വർഗം കിട്ടും എന്നുള്ള ലക്ഷ്യത്തിലാണോ അച്ഛൻ ഇപ്പോൾ ഈ രോഗിയെ സന്ദർശിക്കാൻ പോകുന്നത്? എന്നെ ഒന്ന് സ്ട്രൈക്കില്ല. എന്താ ഇവിടെ ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞത് നമ്മുടെ ദൈവം പറഞ്ഞിട്ടില്ലേ രോഗികളെ സന്ദർശിക്കണം, ദശാംശം കൊടുക്കണം, പല കാര്യം പറഞ്ഞിട്ടില്ലേ? അല്ല, അതൊക്കെ ശരി. പക്ഷേ ഇപ്പോൾ ഈ പോകുന്നത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണോ? അതെന്ന് പറഞ്ഞു. അപ്പോൾ പറയുകയാണ്, വ്യവസ്ഥ വെച്ചുകൊണ്ട് നന്മ ചെയ്താൽ ദൈവം സ്വീകരിക്കുമോ? ഇന്ന കാര്യം ചെയ്താൽ ഇന്ന കാര്യം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണോ നന്മ ചെയ്യേണ്ടത്? നന്മ ചെയ്യേണ്ടത് അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നീട് ചിന്തിച്ചു, വളരെ ശരിയായ കാര്യമാണല്ലോ. നമുക്കൊരാളോട് സഹതാപം തോന്നിയിട്ട്, ഒരു സങ്കടം തോന്നിയിട്ട്, അവരുടെ അവസ്ഥ കണ്ടിട്ട് അവരെ സഹായിക്കുന്നതും നമ്മൾ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടെ ആളുകളെ കാണിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടെ ആൾക്കാരെ സഹായിക്കാൻ പോകുന്നത് രണ്ട് മനോഭാവമാണ്. നാം ചെറിയ നന്മകൾ ചെയ്യും, ആ നന്മകളുടെ കണക്ക് നമ്മൾ സൂക്ഷിക്കും. എന്നാൽ ദൈവം ആണ് യഥാർത്ഥമായി കണക്ക് സൂക്ഷിക്കുന്ന ആൾ. നാം ചെയ്ത നന്മ യഥാർത്ഥമായ ലക്ഷ്യത്തിലാണോ അതോ ഇതുമാതിരി മറ്റെന്തെങ്കിലും ലക്ഷ്യമാണെന്നുള്ളത് നമുക്കറിയത്തില്ല. ദൈവത്തിനല്ലേ കൃത്യമായിട്ട് അറിയത്തില്ല. ഇങ്ങനെ നന്മ ചെയ്യുന്നത് മാത്രമാണ് അവരെയാണ് ദൈവം തൻ്റെ അരികിലേക്ക് ചേർത്തത്. അവസാന വിരുന്നാളിൽ ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് വിശന്നു, എനിക്ക് ഭക്ഷണം തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ രോഗിയായിരുന്നു സന്ദർശിച്ചു. അപ്പോൾ ഈ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങൾ എന്നാണ് ചെയ്തത്? കാരണം അവരൊന്നും കണക്ക് സൂക്ഷിച്ചിട്ടില്ലായിരുന്നു. അവർ കണക്ക് സൂക്ഷിക്കുന്ന ആളുകളല്ല. സ്വാഭാവികമായി ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ മനസ്സിലത് ഫീൽ ചെയ്യുമ്പോൾ അവർ നന്മ ചെയ്യുന്നു, അവർ പ്രവൃത്തി ചെയ്യുന്നു. എന്നാൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മളോരോ ചെറിയ നന്മകൾ ചെയ്യുമ്പോൾ അതിൻ്റെ കണക്ക് സൂക്ഷിക്കും, ദശാംശം കൊടുക്കുമ്പോൾ അതിന് കണക്ക് സൂക്ഷിക്കും. ഇതെല്ലാം സ്വർഗ്ഗത്തിലേക്ക് നമ്മുടെ പ്രവേശനത്തിന് വേണ്ടി നമ്മൾ കണക്കാക്കും. മതത്തിന് വേണ്ടി അല്ല നന്മ ചെയ്യേണ്ടത്, മതത്തിന് വേണ്ടി അല്ല ഒരിക്കലും നന്മ, മനുഷ്യന് വേണ്ടി നന്മ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കുട്ടി എന്നെ പഠിപ്പിച്ച ഈ പാഠം, നന്മ ചെയ്യുന്നത് വ്യവസ്ഥ വെച്ചായിരിക്കരുത്, സ്വാഭാവികമായ രീതിയിൽ നമുക്ക് തോന്നുന്ന നന്മകളാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ മറ്റു പ്രലോഭനങ്ങൾപ്പെട്ട് നന്മയെ ദൈവം സ്വീകരിക്കില്ല. ബോബിയച്ചൻ പറഞ്ഞൊരു പ്രധാനമായ കാര്യമുണ്ട്, നാം ഇതെല്ലാം ചെയ്തു, ഞാൻ ഇത്ര കാലം പള്ളിക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്തു, ഞാൻ ഇത് കൃത്യമായി മതനിഷ്ഠപ്രകാരം ജീവിച്ചു, ദേവാലയത്തിൽ പോയി ഇത്ര കൃത്യമായ കർമ്മങ്ങൾ ചെയ്തു, ഇതൊന്നും ദൈവം നോക്കുന്നില്ല. ദൈവം നോക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചോ, അർഹതപ്പെട്ടവരെ സഹായം കൊടുത്തു, ഇത് മാത്രമാണ്. അപ്പോൾ ബോബിയച്ചൻ ഇങ്ങനെ പറയുകയാണ്, ഇതെല്ലാം ചെയ്ത് നമ്മളോട് ചെല്ലുമ്പം നമ്മളെ അറിയത്തേയില്ല എന്ന് പറയുന്ന ദൈവമാണെങ്കിലോ നമ്മുടെ ജീവിതം മുഴുവൻ പോയില്ലേ? അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ കണക്ക് വെക്കാതെ മറ്റ് ലക്ഷ്യങ്ങളില്ലാതെ നിർമ്മലമായി ഒരാളെ കാണുമ്പോൾ അർഹതപ്പെട്ട ആളുകൾക്ക് സഹായം ചെയ്യുന്നതിലേക്ക് മനസ്സ് വളർത്തിയെടുക്കാനും അങ്ങനെ നീങ്ങാനും നമുക്ക് സാധിക്കട്ടെ. കുട്ടി പഠിപ്പിച്ച ഈ പാഠം ഈ നുറുങ്ങിയതിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു.